നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് 5 ഗ്യാരണ്ടിയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര എന്നാണ് ഒന്നാമത്തെ ഗ്യാരണ്ടി. ഇതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മറ്റൊന്ന്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് എന്നിങ്ങനെയാണ് മറ്റു 2 ഗ്യാരണ്ടികൾ. പ്രതിപക്ഷ നേതാവ് VD സതീശനെ നയിച്ച പുതുകയാത്രയുടെ സമാപന വേദിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. കേരളത്തിൽ CPIM BJP കൂട്ടുകെട്ടെന്നുള്ള വിമർശനവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. BJPയും CPIMും കേരളത്തിൽ ഘടകകക്ഷികളാണ്. UDFനെതിരെ ഒറ്റക്കെട്ടായി അവർ പ്രവർത്തിക്കുകയാണ്. ഈ കേരള സർക്കാരിന് എന്ത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ് ഉള്ളത്? താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോർപ്പറേറ്റ് സർക്കാരാണ് കേരളത്തിലെന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. കോർപ്പറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് CPIMന്റെ പേര് മാറ്റണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിൽ വ്യാപകമായ തൊഴിലില്ലായ്മയുണ്ട്. മോദി രാജ്യത്തെ തൊഴിൽ മേഖലയും CPIM കേരളത്തിലെ തൊഴിൽ മേഖലയും തകർത്തു. യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ നടപടിയെടുക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അമേരിക്കയുമായി കരാറിൽ ഒപ്പിട്ട നരേന്ദ്രമോദി രാജ്യത്തെ വഞ്ചിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. കരാർ ജനങ്ങളെ ബാധിക്കും. ഒരു പ്രധാനമന്ത്രിയും കാർഷിക മേഖല വിദേശ രാജ്യത്തിന് തുറന്നുകൊടുത്തിട്ടില്ല. കരാർ കാർഷിക മേഖലയെ തകർക്കുന്ന നിലയിലെത്തിക്കും. അമേരിക്ക പറയുന്നവരിൽ നിന്ന് മാത്രമേ എണ്ണ വാങ്ങൂ എന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചു. ഒരു പ്രധാനമന്ത്രിയും സാധാരണ നിലയിൽ ഇങ്ങനെ ചെയ്യില്ല. റഷ്യയുടെ എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ സമ്മതം കാത്തുനിൽക്കുന്ന ഇന്ത്യയെ സങ്കല്പിക്കാനാകുമോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. പ്രധാനമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് വിധേയനായി എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. എപ്സ്റ്റീൻ ഫയലുകളെയും രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പരാമർശിച്ചു. അനിൽ അംബാനിയുടെയും ഹർദീപ് സിംഗ് പൂരിയുടെയും പേരുകൾ ഫയലുകളിൽ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടി വരും. BJPയുടെ ധനകാര്യ സ്രോതസ് വെളിപ്പെടുമെന്ന് ആശങ്കയുണ്ടെന്നും അതുകൊണ്ട് അമേരിക്കയുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നതെന്നും രാഹുൽ പറഞ്ഞു. നരേന്ദ്രമോദിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതെങ്കിൽ ട്രംപ് മോദിയെ നിയന്ത്രിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രതിപക്ഷത്തെ മാത്രം പിന്തുടരുകയാണ്. എന്നാൽ കേരളത്തിലെ CPIMനെ തൊടാൻ തയ്യാറാവുന്നില്ല. തനിക്കെതിരെ 36 കേസുകളുണ്ട്. ED എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നടപടിയിലേക്ക് കടക്കുന്നില്ല? മോദിയും പിണറായിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.